സോ ഗൈസ്, ഇന്ന് എൻ്റെ ബ്രദർ ജോർജിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കണ്ടിട്ട് ബാക്കി വീഡിയോ എടുക്കാം. സോ എക്സൈറ്റഡ് ടു സീ ഹിം. It was at this moment that she knew she fucked up. മാസി മാസി ഇത് നിന്റെ വീടായിരുന്നോടാ മാസികൻ? നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു. നമുക്കിതൊരു സ്ലോ മോഷൻ വീഡിയോ ആയിട്ട് കണ്ടാലോ? അയ്യോ ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിൽ കിടക്കട്ടെ. ഹായ് ഗായ്സ്, സോ ഇന്ന് ആ ദിവസം ആരാ വരാൻ പോകുന്നത്? ഏതാണ് ചേട്ടൻ ജോർജിനെ കൊണ്ടുവന്ന നല്ല അടിപൊളി വൈൻ? ഒന്നൊന്നരം ജോർജിയൻ വൈൻ കുടിച്ചു കഴിഞ്ഞാൽ പൂസായി നല്ലയിടത്ത് മറികടക്കാം. തുറക്കാനുള്ള എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് മുമ്പ് മേടിച്ചു വെച്ചിട്ടാ പോയേക്കണത്. ഞങ്ങളിത് ട്രൈ ചെയ്യാൻ പോണേ. അതെ, വീട്ടിലിട്ട സാധനമാണ് ഗൈസ്. ഈസി ആർക്കായി ഓ ഇത് മറ്റേ ഫോയില് പോലത്തെ സാധനം ഉണ്ടോ? ഇതിന്റെ സംഭവം സാധനം ഇവിടെ ഈ ക്ലിപ്പ് ഇവിടെ ഇതിന്റെ പുറത്ത് വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. വീഡിയോ കഴിയുമ്പോ കുട്ടികൾ ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. ഇത് തുറക്കാൻ ഭയങ്കര പാടാണെങ്കിൽ പോലും ഞങ്ങൾ അതിസാഹസികമായി കുറേ പരിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് വീഡിയോ ഇട്ട് കാണാം. ഓക്കെ? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എനിക്ക് ഈശ്വര ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാം. ഇത് ഇവിടെ ഇങ്ങോട്ടേ വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കുറുമ്പ് പാടും. കുറച്ചും കൂടി കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഒരു വൈൻ കുടിച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ നല്ല ഇടിയപ്പവും മട്ടൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റി വീട്ടിലുണ്ടാക്കിയതായിരുന്നു. പിന്നെ ചേട്ടൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മാഷ്മല്ലോ, ഒരു ചോക്കോപ്പൈ പോലത്തെ സംഭവം കഴിച്ച് ആനിമി കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. എൻ്റെ കൂടി കഴിച്ച് പിന്നെ ആനിമി കണ്ടുകൊണ്ട് ലാസ്റ്റ് എനിക്ക് ഉറക്കം വന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ ഏറ്റവും ആൻറ്റി നല്ല ചിക്കൻ മോമോസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും വീണ്ടും ഗെയിമിലേക്ക് പോയി. പിന്നെ ചേട്ടൻ കൊണ്ടുവന്ന കാൽവിൻ ക്ലെയിൻ്റെ പെർഫ്യൂമൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇടയിൽ കൂടി ആച്ചു ബട്ടർ ഫ്രോസ്റ്റിംഗ് കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിൻ്റെ തക്കം നോക്കി ഞാൻ കുളിച്ച് പോയി ഒരുങ്ങി വന്നു. ചേട്ടൻ ഞാൻ മീത്തൈക്കോട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കൈൻ്റെ നടുക്ക് വെച്ചിട്ട് ഇറുക്കി തുറക്കണത്. നല്ല മധുരമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രിയായപ്പോൾ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും ബീഫ് മപ്പാസും കൂടി കഴിച്ചു. കേക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കണ്ടു പോലെ മതി മതി മതി. ഓവറാക്കല്ലേ. നീ ഞാൻ ചെയ്തോട്ടെ, നീ മിണ്ടണ്ട. വീഡിയോ എടുത്താൽ മതി. അച്ഛൻ ശരിപ്പിച്ച വീഡിയോ ഇടുന്നുള്ളത്.
അങ്ങനെ ഫ്രോസ്റ്റിംഗ് ഷുഗറൊക്കെ സെറ്റ് ചെയ്തതിന് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി കേക്കായിരുന്നു. അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അത് യമ്മി ആണെന്നും സോഫ്റ്റ് ആണെന്നും. പിന്നെ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ റെസിപ്പി ഇട്ടോളാം. ഞങ്ങളല്ല, ഞാൻ ഉണ്ടാക്കുന്നത്, സിസ്റ്റർ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടോളാം. ഫോട്ടോ തന്നെ.